അമ്പലക്കള്ളന്മാരെന്നോ അമ്പലം വിഴുങ്ങികളെന്നോ വിളിക്കാം. ഇതിൽ ഒരു കാര്യം ആർക്കും സംശയം വേണ്ട, ദേവസ്വം ബോർഡിന്റെ ആൾക്കാരുടെ ആക്റ്റീവായ സപ്പോർട്ടും നേതൃത്വവും ഉണ്ട്. ഞങ്ങളടക്കമുള്ള വിശ്വാസികൾ തെരുവിൽ തല്ലുകൊള്ളുമ്പോൾ ഇതിന്റെ ഇടയിലൂടെ വന്ന് ഗോൾഡ് ക്ലാഡിങ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കിയവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അയ്യപ്പസ്വാമി വെറുതെ വിടില്ല, പക്ഷേ നമ്മുടെ പോലീസും മറ്റും വെറുതെ വിടരുത്. സിമ്പിൾ ആയിട്ട് എന്താ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ, ശബരിമലയിൽ ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കുക എന്ന മോഷണ വിദ്യയാണ് നടന്നത്. അതായത് കട്ടിക്ക് ഗോൾഡ് ക്ലാഡ് ചെയ്തിരിക്കുന്ന സാധനം ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കിയാൽ ആരും അറിയില്ല. 5-1 സ്വർണം മാത്രമേ ആവശ്യം വേണ്ടി വരൂ. രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ സ്പോൺസറായി രംഗപ്രവേശനം ചെയ്ത ആദ്യം ശാന്തി ജീവനക്കാരനായി അവിടെ എത്തിയ ആൾ ഇന്ന് തന്നെ അറസ്റ്റിലാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കാം. ഇവിടെ എന്റെ ചോദ്യം, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങി നിൽക്കുമോ എന്നുള്ളതാണ്. 9 ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വീഴ്ച അല്ലെങ്കിൽ കൊളൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ദേവസ്വം വിജിലൻസ് തന്നെ. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ, തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു, തിരുവാഭരണം കമ്മീഷണറായി പിന്നീട് വന്ന RG രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പിന്നെ വന്ന ശ്രീകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ തന്നെയുള്ള K രാജേന്ദ്രൻ അടക്കമുള്ള ആളുകളുടെ പങ്കാളിത്തം, അതല്ലെങ്കിൽ അവർക്ക് വന്ന വീഴ്ച ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതപ്പോൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാവാനാണോ സാധ്യത? ശ്രീ അഭിലാഷ്, 2 പോയിന്റ്. ഒന്ന്, ആദ്യം തന്നെ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിർബന്ധമായി അറസ്റ്റ് ചെയ്യണം. ആദ്യം മുതലേ കഴിഞ്ഞ ഒരാഴ്ചയായി ഭക്തരും ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുകയും ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുകയും വേണം. 2, നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇതിന്റെ പിന്നിൽ ദേവസ്വം ബോർഡിന്റെ കൈകളില്ലാതെ നടക്കില്ല. ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം ഇത് ചുരുക്കി രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ് പല ആൾക്കാരും നോക്കുന്നത്. ഒരു കാര്യം ആരെയും മോശമായിട്ട് പറയുകയല്ല, പക്ഷേ മനഃപൂർവ്വം തന്ത്രിയും മേൽശാന്തിയും അടക്കമുള്ളവരുടെ പേര് ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നത് ദൗർഭാഗ്യകരമാണ്. 1991 അദ്വൈതം എന്ന സിനിമയിൽ ഇതേപോലെ ദേവസ്വം ബോർഡിലെ ഒരാൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തിരുവാഭരണം കക്കുകയും തന്ത്രിയെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ആ സിനിമയിലുണ്ട്. അതുപോലെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ രാഹുൽ ഈശ്വർ, സാങ്കേതികത്വമാണെങ്കിലും അല്ലെങ്കിലും ആ മഹസറിൽ ഒപ്പുവെച്ചവരിൽ മേൽശാന്തിയും തന്ത്രിയുമുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ കേസെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർ പ്രതികളാവുമല്ലോ. പ്രൊസീജിയർ അല്ലേ അവിടെ, അല്ലേ ദേവസ്വം ബോർഡിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് വരികയും ഇവരോട് പറയുകയും ചെയ്യുക. സിമ്പിൾ ആയിട്ട് എന്താ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ, ശബരിമലയിൽ ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കുക എന്ന മോഷണ വിദ്യയാണ് നടന്നത്. അതായത് കട്ടിക്ക് ഗോൾഡ് ക്ലാഡ് ചെയ്തിരിക്കുന്ന സാധനം ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കിയാൽ ആരും അറിയില്ല. 5-1 സ്വർണം മാത്രമേ ആവശ്യം വേണ്ടി വരൂ. അതുകൊണ്ട് 1500 ഗ്രാം അഥവാ 1.5 കിലോഗ്രാം സ്വർണം മാറ്റി 361 ഗ്രാം ഗോൾഡ് പ്ലേറ്റ് ചെയ്തു. ഇതേപോലെ വിജയമല്യ തന്ന 30.3 കിലോഗ്രാം, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ 30.291 കിലോഗ്രാം സ്വർണ്ണ ക്ലാഡിങ് ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കി മാറ്റാനൊരു തന്ത്രമാണ് നടന്നത്. അതോടൊപ്പം മറ്റു ചില അമ്പലങ്ങളിൽ നിന്നും കൂടി 285ഓളം ഗ്രാം നമ്മുടെ വൈക്കം ക്ഷേത്രത്തിലെ നഷ്ടപ്പെട്ടു തുടങ്ങിയ വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എനോർമസ് ആയ ഒരു സ്വർണ്ണ കൊള്ള, അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ തീവെട്ടി കൊള്ളാന്നോ മറ്റും പറയാൻ കഴിയുന്ന രീതിയിൽ ഒരു വൻ കൊള്ള, ഒരു കൊള്ള സംഘമായിട്ട് ഇവിടെ പ്രവർത്തിക്കുക. ഒരു കാര്യം കൂടെ വിനയത്തോടെ പറഞ്ഞോട്ടെ, ഇത് ലോകവ്യാപകമായി നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഞാനിപ്പോൾ ഫിൻലാൻഡിലാണ്. ഇവിടുത്തെ ജനങ്ങൾ പോലും ഒരർത്ഥത്തിൽ ചിരിക്കുകയോ പരിഹസിക്കുകയോ വിഷമം പറയുകയാണ്. കാര്യം ഇവിടെ ഒരുപാട് വിശ്വാസികളും മറ്റുമുണ്ട്. അതായത് അയ്യപ്പനോ മറ്റോ വിശ്വസിച്ച് സ്വർണം അവിടെ നേദിക്കുമ്പോൾ അമ്പലക്കള്ളന്മാരത് മോട്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. അമ്പലക്കള്ളന്മാരെന്നോ അമ്പലം വിഴുങ്ങികളെന്നോ വിളിക്കാം. ഇതിൽ ഒരു കാര്യം ആർക്കും സംശയം വേണ്ട, ദേവസ്വം ബോർഡിന്റെ ആൾക്കാരുടെ ആക്റ്റീവായ സപ്പോർട്ടും നേതൃത്വവും ഉണ്ട്. കാരണം വ്യാജരേഖ ചമയ്ക്കൽ എന്നൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. അതായത് ഗോൾഡിനെ ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തുകയാണ്. ഇത് ഒരു വിവാദമില്ലെങ്കിൽ ആരും അത് ശ്രദ്ധിക്കില്ല. പക്ഷേ ഇത് എഴുതിയവൻ ആ ബുദ്ധി ഉണ്ടാവുമല്ലോ. അതായത് വിവാദമില്ലാത്തൊരു സമയത്ത് അഭിലാഷിന്റെയിലോ എന്റെയിലോ അങ്ങനെ രേഖ കിട്ടിയാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. പക്ഷേ ബോധപൂർവം ആലോചിച്ച് 2019 പ്രക്ഷോഭമടക്കം നടക്കുന്ന കാലത്ത് ഞങ്ങളടക്കമുള്ള വിശ്വാസികൾ തെരുവിൽ തല്ലുകൊള്ളുമ്പോൾ ഇതിന്റെ ഇടയിലൂടെ വന്ന് ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കിയവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അയ്യപ്പസ്വാമി വെറുതെ വിടില്ല, പക്ഷേ നമ്മുടെ പോലീസും മറ്റും വെറുതെ വിടരുത്. ഇവരെ അറസ്റ്റ് ചെയ്യണം. ദേവസ്വം ബോർഡിലേക്ക് നീളണം ഈ അറസ്റ്റ്. അതാണ് പറയാനുള്ളത്. ശരി.